മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 77-ാമത്തെ ദശകത്തിൽ 7ഉം 8ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 7-ാമത്തെ ശ്ലോകം. ബദ്ധം ബലാദഥ ബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമരസേന മുമോചിതൈനം നിശേഷദിഗ്ജയസമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തതോ ഹി ബലപൗരുഷവംസ്തദാനീം. ജരാസന്ധനായിട്ടുള്ള യുദ്ധത്തിനെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. അവിടെ ജരാസന്ധനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. ജരാസന്ധൻ്റെ സൈന്യങ്ങളെ മുഴുവൻ വധിച്ചു എന്ന് പറഞ്ഞു. 23 അക്ഷൗഹിണി സൈന്യം ഉണ്ടായിരുന്നു. അവരെയൊക്കെ രണ്ടാളും കൂടിയിട്ട്, ബലരാമനും ശ്രീകൃഷ്ണനും കൂടിയിട്ട് കൊന്നൊടുക്കി എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ജരാസന്ധന് എന്താ ഉണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത്. ബദ്ധം ബലാദ് അഥ അനന്തരം ബലേന ബലാത് ബദ്ധം ബലേന. അക്ഷരങ്ങളുടെ ഭംഗി നോക്കിക്കോളൂ. ഒന്നിച്ച് ബലേന ബലാത് ബദ്ധം ബലോത്തരം എന്നൊക്കെ കൂടിയിട്ട് ആ ബകാരത്തിൻ്റെ ആവർത്തനം, ഭംഗിയായിട്ടുള്ള ആവർത്തനം, അത് പല ദിക്കുകളിലും കാണാം. ഇവിടെ ബലേന അഥ അനന്തരം ബലേന ബലാത് ബദ്ധം, ബലരാമനാൽ ബലാത് ബലമായിട്ട് ബന്ധിക്കപ്പെട്ടതായ, ബദ്ധം ബന്ധിക്കപ്പെട്ടതായ, ബലരാമനാൽ ബലത്തിൽ ബന്ധിക്കപ്പെട്ടതായ ആ ജരാസന്ധനെ ബലേന ബലാത് ബദ്ധം അദ്ദേഹത്തെ എന്നെടുക്കണു. ബലോത്തരം, ബലം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ബലോത്തരം. നല്ല ബലമുണ്ട്. ബലം എന്നുള്ളത് സൈന്യം എന്നുള്ളതും അർത്ഥമാവാം, അതല്ല ശബുക്കതി എന്നുള്ള അർത്ഥത്തിലും ആവാം. ഇവിടെ സൈന്യങ്ങളെയൊക്കെ കൊന്നു കഴിഞ്ഞു. സൈന്യങ്ങൾ ബലോത്തരനാണ്. പക്ഷേ ഇവിടെ സൈന്യങ്ങളെയൊക്കെ വധിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി ശക്തി കൊണ്ട് ശാരീരിക ശക്തി ഉണ്ട്. ബലരാമന് നല്ല ശാരീരിക ശക്തി, അല്ല ജരാസന്ധന് നല്ല ശാരീരിക ശക്തിയുണ്ട്. അപ്പോൾ അങ്ങനെ ബലോത്തരനായിട്ടുള്ള ആ ജരാസന്ധനെ ത്വം അങ്ങ് ഭൂയോ മുമോച അഥ ഏനം മുമോച മുമോചിതൈനം എന്നുണ്ടല്ലോ. അഥ ഏനം മുമോച ഇവനെ മോചിപ്പിച്ചു, ബന്ധിച്ചു. ബലരാമൻ കെട്ടിയിട്ടു. പക്ഷേ ശ്രീകൃഷ്ണൻ പറഞ്ഞു മോചിപ്പിക്കാൻ, ഇനി വരട്ടെ, യുദ്ധത്തിന് വരട്ടെ, ഇനിയും വന്നോട്ടെ, വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു. മോചിത ഏനം മുമോചിത, ഇവനെ മോചിപ്പിച്ചു. എന്തിനാ അങ്ങനെ മോചിപ്പിച്ചത്? സൈന്യങ്ങളെ കൊന്നു കഴിഞ്ഞു, ആളെ കെട്ടിടും ചെയ്തു, പിന്നെ എന്തിനെ മോചിപ്പിച്ച് എന്ന് ചോദിച്ചാൽ ഭൂയോ ബലോദ്യമരസേന, ഭൂയ വീണ്ടും ബലോദ്യമരസേന, ബലം കൊണ്ടുള്ളതായിട്ടുള്ള ഉദ്യമം, ആ സൈന്യങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള ഉദ്യമം, അല്ലെങ്കിൽ ശക്തി കൊണ്ടുള്ളതായിട്ടുള്ള ഉദ്യമം, ആ വീണ്ടും യുദ്ധം ചെയ്യാനുള്ളതായിട്ട് താല്പര്യം കൊണ്ട് ബലോദ്യമ രസേന, ബലോദ്യമത്തിലുള്ളതായിട്ടുള്ള താല്പര്യം, അതൊരു രസമായിട്ട് എന്താ സൈന്യങ്ങളെ ഭൂഭാരം കളയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവതരിച്ചിരിക്കുന്നത് ഭഗവാൻ. അപ്പോൾ ഈ അത്ര വളരെ സൈന്യങ്ങൾ 23 അക്ഷൗഹിണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ 23 അക്ഷൗഹിണിയും വധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയുണ്ട് ജരാസന്ധന് കൈവശം, ഇനിയുണ്ട് ധാരാളം പടകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഈ ഭൂമിയുടെ ഭാരം ഒതുങ്ങണമെന്നുണ്ടെങ്കിൽ കുറേ പേരെ വധിച്ചേ പറ്റൂ. സൈന്യങ്ങൾ അതിക്രൂരരായിട്ടുള്ള സൈന്യത്തെ വധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളതായിട്ടുള്ള താല്പര്യം കൊണ്ട് ബലോദ്യമ രസേന, ഉദ്യമത്തിൽ ബലത്തെ നേരിടുന്നതിനുള്ളതായിട്ടുള്ള ഉദ്യമം, അതിലുള്ള താല്പര്യം കൊണ്ട് മോചിപ്പിച്ചു. അതായത് ഇനിയും വരട്ടെ യുദ്ധത്തിന്, എന്നാൽ നമുക്ക് കുറേ കൂടി പേരെ വധിക്കാലോ, കുറേ കൂടിയും ഭാരം തീർക്കാലോ എന്ന് വിചാരിച്ച് ഈ ഏനം മുമോചിത, അവനെ മോചിപ്പിച്ചു. കെട്ടിയിട്ടു വെച്ചാലും മോചിപ്പിച്ചു എന്നാണ്. എന്നിട്ട് കവി പറയാണ്, നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത്. നിശേഷമായിട്ടുള്ള ദിഗ്ജയം, ദിക്കുകളൊക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പം ഈ മധുരയെ മാത്രമേ ജയിക്കാണ്ടിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ദിഗ്ജയം എന്ന് വെച്ചാൽ എതിരിട്ട് വന്നിട്ടുള്ളവരെ ജയിക്കുക,
അല്ലാതെ കണ്ട് എതിരാതെ കണ്ട് സന്ധ്യയായിട്ട് വന്നവരോട് യുദ്ധത്തിന് പോക്ക് വേണ്ട. പക്ഷേ എതിരിടുന്നവരെയൊക്കെ ജയിക്കുക എന്നുള്ളതാണ് ദിഗ്വിജയത്തിന്. അത് കഴിഞ്ഞിട്ട് വേണം ഈ ഇതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ദിഗ്വിജയത്തിന് വന്ന അശ്വമേധ യാഗമൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ദിക്കിലും പോയിട്ട് സൈന്യങ്ങളെ കൊണ്ട് പോയി എല്ലാ ദിക്കും ജയിച്ചു കഴിഞ്ഞിട്ട് വേണം എന്നുള്ളതാണ്. അപ്പം ഇവിടെ നിശേഷ ദിഗ്ജയം, അങ്ങനെ ലോകം മുഴുവനെ ജയിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നു. ദിക്കുകളൊക്കെ ജയിച്ചു വന്നതുകൊണ്ട് അവിടുന്നൊക്കെ സേനകളെയും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരുടെയും രാജാക്കന്മാരുടെയും സൈന്യങ്ങളെയൊക്കെ തൻ്റെ അധീനത്തിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് അങ്ങനെ ഒരുമിച്ച് തൻ്റെ അധീനത്തിലാക്കിയിട്ടുള്ള വിശ്വസൈന്യം, എല്ലാ സൈന്യങ്ങളെയും എല്ലാവരുടെയും സൈന്യമൊക്കെ ജരാസന്ധൻ്റെ അധീനതയിലായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ജരാസന്ധനേക്കാൾ ബലോത്തരനായിട്ട്, കൂടുതൽ ബലം ഉള്ളതായിട്ട് വേറെ ആരാ ഉള്ളത് എന്നാണ്. നിശേഷ ദിഗ്ജയ സമാഹൃത ദിഗ്ജയം കൊണ്ട്, നിശേഷമായിട്ടുള്ള ദിഗ്ജയം കൊണ്ട്, സർവ്വതക്കിലുമുള്ളതായിട്ടുള്ള സമസ്തമായിട്ടുള്ള ദിഗ്ജയം കൊണ്ട് സമാഹരിക്കപ്പെട്ട കൊണ്ടുവരപ്പെട്ടതായ വിശ്വസൈന്യാത്, സൈന്യങ്ങളുടെ മുഴുവൻ അധീനതയിൽ സൈന്യങ്ങൾ മുഴുവൻ അധീനതയുള്ളതായ ആ ജരാസന്ധനേക്കാൾ അന്യഹ കഹ, അന്യൻ ആരാണ് ഉള്ളത്, വേറെ ആരാ ഉള്ളത്? തതഹ അന്യഹ കഹ, ആ ജരാസന്ധനേക്കാൾ അന്യനായിട്ട് ആരാണ് ഉള്ളത്? ബലപൗരുഷവാംസ് തദാനീം, ബലവും പൗരുഷവും ഉള്ളതായിട്ട്, ബലപൗരുഷവാൻ, ബലവും പൗരുഷവും ഉള്ളതായിട്ട് തദാനീം, അപ്പോൾ ആരാ ഉള്ളത്? വേറെ ആരുമില്ല. ജരാസന്ധനെ പോലെ ഈ യുദ്ധം ചെയ്യാൻ താല്പര്യം ഉണ്ടാകത്തക്ക വിധത്തിൽ എതിരാളിക്ക് ശക്തിയുണ്ട്, സൈന്യബലമുണ്ട് എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിനൊരു രസമുള്ളൂ. അപ്പം അങ്ങനെ ആ യുദ്ധത്തിനുള്ളതായിട്ടുള്ള രസം വേണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം താല്പര്യം ഉണ്ടാവാത്തക്കതായിട്ടുള്ള വേറെ ആരും ഇല്ല. അപ്പം അയാളെ അങ്ങോട്ട് കൊന്നു കഴിഞ്ഞാൽ പിന്നെ വിഷമായി, ആ വേറൊരാൾ ഇനി യുദ്ധത്തിന് പുറപ്പെടില്ല. അപ്പം അതുകൊണ്ട് അതിനെ മോചിപ്പിച്ചു എന്നാണ്. ബലം ബദ്ധം ഹി ബദ്ധം ബലാത് അഥ അനന്തരം ബലേന ബലാത് ബദ്ധം, ബലരാമനാൽ ബലമായിട്ട് ബന്ധിക്കപ്പെട്ടതായ, ബലോത്തരനായിട്ടുള്ള, ബലം കൊണ്ട് ശ്രേഷ്ഠനായിട്ടുള്ള, സൈന്യം കൊണ്ടായാലും ശക്തി കൊണ്ടായാലും ശ്രേഷ്ഠനായിട്ടുള്ള ആ ജരാസന്ധനെ ജരാസന്ധനെ മോചിത, അങ്ങ് മോചിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഭൂയോ ബലോദ്യമരസേന, ഭൂയ വീണ്ടും ബലോദ്യമരസേന, ബലത്തിനുള്ളതായിട്ടുള്ള ഉദ്യമം, സൈന്യത്തോടുള്ളതായിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിലുള്ളതായിട്ടുള്ള രസം കൊണ്ട്, സൈന്യത്തിലുള്ള യുദ്ധം എന്നും കൊണ്ടും ബലവാനോടുള്ളതായിട്ടുള്ള യുദ്ധമെന്നും രണ്ടും എടുക്കാം. ബലോദ്യമരസേന ഏനം മുമോചിത. ഇനി നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാതതഃ, നിശേഷമായിട്ടുള്ള ദിഗ്ജയം കൊണ്ട് സമാഹരിക്കപ്പെട്ടതായ ലോകത്തിലെ മുഴുവൻ സൈന്യങ്ങളോടുകൂടിയ തതഃ അവനേക്കാൾ ബലപൗരുഷവാൻ, കൂടുതൽ ബലവും പൗരുഷവും ഉള്ളതായിട്ട് കഹ അന്യഹ, വേറെ ആരാണ് ഉള്ളത്? തദാനീം, അപ്പോൾ വേറെ ആരും ഇല്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനെ മോചിപ്പിച്ചു, ജരാസന്ധനെ മോചിപ്പിച്ചു എന്നാണ്. അടുത്ത ശ്ലോകം. ഭഗ്ന സലഗ്നഹൃദയോപി നൃപൈ പ്രണുന്നോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശകൃത്വ ഏവം അക്ഷൗഹിണീ ശിവശിവാസ്യ ജഗന്ധ വിഷ്ണു സംഭൂയ സൈകനമതിത്രിശതം തദാനീം. പിന്നെ ആദ്യത്തെ ഒരു യുദ്ധത്തിൽ 18 ജരാസന്ധനെ തോൽപ്പിച്ചു, കെട്ടിയിട്ടു, മോചിപ്പിച്ചു. തോറ്റു, തിരിച്ചു പോയി ജരാസന്ധൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചെന്ന് രാജ്യത്തേക്കൊന്നും പോയില്ല. പിന്നെ അങ്ങനെ വഴിയിലെ കാട്ടിൽ പോയിരുന്നേ ഉള്ളൂ ജരാസന്ധൻ എന്നാണ്. പക്ഷേ വേറെയുള്ളത് രാജാക്കന്മാർ, ജരാസന്ധൻ്റെ കീഴിലുള്ളതായിട്ടുള്ള വേറെ രാജാക്കന്മാർ, അവർക്കിത് സഹിച്ചില്ല. അവർക്ക് തങ്ങളെ തോൽപ്പിച്ചും കൊണ്ട് വേറെ ഒരു നിസ്സാരനായിട്ട് ഒരാൾ ഈ ദ്വാരക മധുര എന്ന് പറഞ്ഞിട്ടുള്ള മധുരയിൽ മാത്രം ഉള്ളതായിട്ടുള്ള ഒരു പയ്യൻ തങ്ങളെയൊക്കെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതുകൊണ്ട് ആദ്യമേ യുദ്ധത്തിന് പോകണം എന്ന് പറഞ്ഞ് താല്പര്യത്തായി കൂടിയിട്ട് ജരാസന്ധനെ പിടിച്ചിളക്കി, ഞങ്ങളൊക്കെ ഉണ്ട് സഹായത്തിന് എന്ന് പറഞ്ഞു. അങ്ങനെ ജരാസന്ധനെ പിടിച്ചിളക്കിയിട്ട് വീണ്ടും യുദ്ധം ചെയ്തു എന്നാണ്. 16 തവണയും കൂടിയും ആദ്യം
യുദ്ധം ചെയ്തു എന്നാണ്. ഭഗ്ന സഹ ഭഗ്നനായിട്ടുള്ള അവൻ തോൽക്കപ്പെട്ടതായിട്ടുള്ള ആ സൈന്യങ്ങളൊക്കെ നശിച്ച് ഭഗ്നനായി തീർന്ന ആ ജരാസന്ധൻ സഹ ലഗ്നഹൃദയ അപി ലഗ്നഹൃദയനായി ആ ആഗ്രഹം മുഴുവനും നശിച്ചു. ഇത് കെടുകയെന്നില്ലേ, മനസ്സ് കെടുക എന്നുണ്ടല്ലോ, അതാണ് അവിടെ ലഗ്നഹൃദയ എന്നുള്ളത്. മനസ്സ് കെട്ടു, വേണ്ട ഇനി താല്പര്യമൊന്നും ഇല്ലാണ്ടായി. ലഗ്നഹൃദയ അപി ലഗ്നമായ ഹൃദയത്തോടു കൂടിയവനാണ് എങ്കിലും, മനസ്സ് കെട്ടവനാണ് എങ്കിലും, നൃപൈഹി പ്രണുന്ന വേറെ രാജാക്കന്മാരെ സാമന്ത രാജാക്കന്മാരൊക്കെ അവരൊക്കെ പ്രേരിപ്പിച്ചു. പ്രണുന്ന പ്രേരിതനായിട്ട്, നൃപൈഹി രാജാക്കന്മാരാൽ പ്രണീതനായിട്ട് തൻ്റെ കീഴിലുള്ളതായിട്ടുള്ള സാമന്ത രാജാക്കന്മാരുടെ പ്രേരണ കൊണ്ട് പ്രണുന്ന പ്രേരിതനായിട്ട് യുദ്ധം ത്വയാ വ്യഥിത ത്വയാ യുദ്ധം വ്യഥിത ത്വയാ അങ്ങയോട് യുദ്ധം വ്യഥിത യുദ്ധത്തെ ചെയ്തു, യുദ്ധം വ്യഥിത ചെയ്തു, യുദ്ധത്തെ ചെയ്തു. എങ്ങനെ? ഷോഡശകൃത്വ 16 പ്രാവശ്യം. ഷോഡശം എന്ന് വെച്ചാൽ 16. ഷോഡശകൃത്വ 16 പ്രാവശ്യം വീണ്ടും ഏവം ഇപ്രകാരം തന്നെ യുദ്ധം ചെയ്തു. 16 പ്രാവശ്യം ഇങ്ങനെ യുദ്ധം ചെയ്തു. ആദ്യം ഒരു യുദ്ധം, പിന്നെ 16 പ്രാവശ്യം വേറെയും പിന്നെയും യുദ്ധം ചെയ്തു എന്നാണ്. ഷോഡശകൃത്വ ഏവം യുദ്ധം വിധിത, വീണ്ടും 16 പ്രാവശ്യം ഇങ്ങനെ യുദ്ധം ചെയ്തു. അക്ഷൗഹിണീഹി ശിവശിവാസ്യ ജഘന്ധ അക്ഷൗഹിണീഹി അസ്യ അക്ഷൗഹിണീഹി ഇവൻ്റെ അക്ഷൗഹിണി സൈന്യങ്ങളെ, ഈ അക്ഷൗഹിണികളോട് കൂടിയതായിട്ടുള്ള സൈന്യങ്ങളെ പിന്നെ ഓരോ പ്രാവശ്യവും അക്ഷൗഹിണികളെ കൊണ്ടുവന്നു യുദ്ധത്തിനായിട്ട് എന്നാണ്. ആ അക്ഷൗഹിണികളെ ശിവശിവ അതൊരു അത്ഭുതമായിട്ട് എത്ര എന്നുള്ളത് അർത്ഥം അതിശയമില്ല. എത്ര അക്ഷൗഹിണികളെയാണ് വധിച്ചത്. അസ്യ ജഘന്ധ വധിച്ചു. വിഷ്ണു സംബോധന. ജഘന്ധ വിഷ്ണു സംഭൂയ ആകപ്പാടെ കൂടിയാൽ, സംഭൂയ ഒന്നിച്ചു കൂട്ടിയാൽ സൈകനവധി 91 ഏകനവധി എന്ന് പറഞ്ഞാൽ 91, ഏകനവധിയോട് നവധി 90, ഏകനവധി 91, സൈകനവധി 91 കൂടിയ 300 300. അപ്പോൾ 391 അക്ഷൗഹിണികളെ ആകെ വധിച്ചു എന്നാണ്. സൈകനവധി 300 300. ഇനി നവധി എന്ന് പറഞ്ഞാൽ 90, സൈകനവധി ഏകത്തോടു കൂടിയ നവധി 91. 391 അക്ഷൗഹിണികളെ ആകെ കൂടിയിട്ട് എല്ലാ യുദ്ധത്തിലും കൂടിയിട്ട് 391 അക്ഷൗഹിണികളെ വധിച്ചു എന്നാണ്. അപ്പോൾ ഒരു അക്ഷൗഹിണിയുടെ കണക്ക് നേരത്തെ പറഞ്ഞു. അങ്ങനെയുള്ളതായിട്ടുള്ള 391 അക്ഷൗഹിണികളെ വധിച്ചു എന്നാണ്. അത്രയും ഭൂഭാരം കുറച്ചു. സംഭൂയ സൈകനവധി 300 പദാനീം. അപ്പോൾ ഈ 17 യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും 391 അക്ഷൗഹിണി സേനകളെയൊക്കെ വധിച്ചു എന്നാണ്. ഭഗ്ന സഹ അവൻ ഭഗ്നനായിട്ട് തോൽപ്പിക്കപ്പെട്ടിട്ട് ലഗ്നഹൃദയ അപി മനസ്സ് കെട്ടവനായി എങ്കിലും, ആശയൊക്കെ നശിച്ചവനായി എങ്കിലും, നൃപൈഹി പ്രണുന്ന നൃപന്മാരാൽ പ്രേരിതനായിട്ട്, സാമന്തരാജാക്കന്മാരാൽ പ്രേരിതനായിട്ട് അവരുടെ പ്രേരണ കൊണ്ട് യുദ്ധം ത്വയാ വ്യഥിത അങ്ങയോട് യുദ്ധം ചെയ്തു, വ്യഥിത ചെയ്തു, യുദ്ധത്തെ ചെയ്തു. ഷോഡശകൃത്വ 16 പ്രാവശ്യം ഇങ്ങനെ യുദ്ധം ചെയ്തു എന്നാണ്. അക്ഷൗഹിണീ ശിവശിവ എന്ന് ഇതായിട്ട് പറയുകയാണ്. അക്ഷൗഹിണീഹി അക്ഷൗഹിണികളെ എങ്ങനെ ശിവശിവാസ്യ ജഘന്ധ അങ്ങ് തോൽപ്പിച്ചു, അങ്ങ് വധിച്ചു. എങ്ങനെ എത്രത്തോളം? സംഭൂയ ആകെ കൂടി സൈകനവധി 300 തദാനീം. അപ്പോൾ സൈകനവധി 300 191 അക്ഷൗഹിണികളെ ഇങ്ങനെ 17 യുദ്ധങ്ങളിലായിട്ട് അങ്ങ് വധിക്കുകയുണ്ടായി എന്ന് പറയുകയാണ്. ബദ്ധം ബലാദധ ബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമരസേന മുമോചി സൈനം നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തതോ ഹി ബലപൗരുഷവംസ്തദാനീം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കെട്ടി ബലൻ ബലമുടേ ബലവാന പിന്നെ വിട്ടു ഭവാൻ രസമതാം സമരേച്ഛ മൂലം
ലോകം ജയിച്ചു വശമാക്കിയ സൈന്യമുള്ള വീരന്റെ ശൗര്യമതു തീർപ്പതിനാരുവേറെ. ഭഗ്നസ്സലഗ്നഹൃദയോപി നൃപൈ പ്രണുന്നു യുദ്ധം ത്വയാ വ്യഥിത ഷോഡശകൃത്വ ഏവം അക്ഷൗഹിണീ ശിവശിവാസ്യ ജഗന്ധ വിഷ്ണു സംഭൂയ സൈകനവതിത്രിശതം തദാനീം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തോറ്റമ്പിയങ്ങയുടവൻ പുനരാശ വീണ്ടും രാജാക്കളേകി 16 നടത്തി യുദ്ധം. അക്ഷൗഹിണീ ശിവശിവ അവനുള്ളതെല്ലാം 400 കുറവ് 9 കൊന്നൊടുക്കി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.